നമസ്കാരം കൂട്ടുകാരെ, രാജേഷ് കുമാറാണ്. എല്ലാവർക്കും ശുഭദിനം. നല്ലത് മാത്രം ചെയ്യുക, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ല പോസിറ്റീവ് മൈൻഡോടെ ഉണരുക. ഒരാളെ ഒരു ദിവസം സഹായിക്കുക, ആഹാരമായിട്ട് ക്യാഷ്പരമായിട്ടില്ലെങ്കിലും നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുക. നിങ്ങളെ തേടി നിങ്ങളെ നല്ലൊരു വാർത്തയും നല്ലൊരു മെസ്സേജും കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും 100% കിട്ടും. കൂട്ടുകാരെ, ഈ ചിന്തയോടെ നല്ല ചിന്തയോടെ ഉണരുക. കൂട്ടുകാരെ, നമ്മൾ ഈ ഹോട്ടലുകളിൽ പോകുമ്പം ഈ വെളിയിൽ ഈ സെക്യൂരിറ്റിമാരെ നിന്ന് കൈവീശി കാണിച്ച് കയറ്റുന്നൊരു പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്ത് കഷ്ടമാണോ നോക്കിയേ. ഒരു തൊപ്പിയും കൊടുക്കില്ല, ഒരു കുടയും കൊടുക്കില്ല. ഇവർ ഹോട്ടലിൻ്റെ മുമ്പിൽ ആൾക്കാർ വിളിച്ച് കയറ്റാൻ വേണ്ടി ബൈപ്പാസിലൂടെയൊക്കെ പോകുമ്പോൾ നാട്ടുച്ച വെയിലത്ത്. അങ്ങനെ ഞാൻ ഇന്നലെ പോയി അവിടെ ഒരു ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചു. എന്നിട്ട് ഞാൻ ഇറങ്ങുന്ന സമയത്ത്, ചേട്ടാ വെള്ളം കഴിച്ചോ ചേട്ടാ? ഇല്ല മക്കളെ, രാവിലെ കഴിച്ചു തന്നെ. ഇത് ഹോട്ടൽ നടത്തുന്ന വ്യക്തികൾ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഏത് മേഖല എടുത്താലും ഈ സ്റ്റാഫുകളുടെ ഒത്തൊരുമയാണ് ആ ഫാമിൻ്റെ അല്ലെങ്കിൽ ഹോട്ടലായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഒരു വിജയം എന്ന് വെച്ചാൽ. ജോലിക്കാർ ഒരുമിച്ച് സന്തോഷത്തോടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥാപനം വളരും. അതുകൊണ്ട് ഹോട്ടലുകാർ കാണുന്നുണ്ടെങ്കിൽ 100% നിങ്ങൾ ആദ്യം സ്റ്റാഫുകൾക്ക് ആഹാരം കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അവരെ വിശപ്പ് മാറ്റിയിട്ട് ബാക്കിയുള്ളവരെ വിശപ്പ് മാറ്റാൻ നിങ്ങൾ തുനിയുക. ഏത് സ്ഥാപനം എടുത്താലും സ്റ്റാഫുകൾ ഒരുമിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥാപനം 100% വിജയിച്ചിരിക്കും. പട്ടിണി, ഹോട്ടലിൽ പട്ടിണി, ഈ വെയിറ്ററായാലും സപ്ലയർ ആയാലും ക്ലീനർ ആയാലും ആരായാലും അവർക്ക് വയറ് നിറച്ച് ആഹാരം കൊടുത്തിട്ട് ഡീല് ചെയ്യുക. നിങ്ങൾ ഫസ്റ്റ് ടൈം ചായ അടിക്കുമ്പോഴും അല്ലെങ്കിൽ ഊണ് വയ്ക്കുമ്പോഴും ഈ ദൈവത്തിൻ്റെ മുമ്പിൽ ഫോട്ടോയുടെ മുമ്പിലൊക്കെ കൊണ്ടുപോയിക്കുമല്ലോ, അത് ദൈവം കഴിയുമോ? ദൈവം വിശന്നായിരിക്കുന്നേ. സ്റ്റാഫുകൾക്ക് ആഹാരം കൊടുക്കണേ. പിന്നെ രണ്ടാമത്, നിങ്ങൾ വിവര പട്ടിക ഉറപ്പായിട്ടും നിങ്ങളെ ഹോട്ടലിൽ ഉണ്ടാവണം. രണ്ടാമത് ഊണ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഈ മീനിൻ്റെ ജാതിയും മതമൊക്കെ പറഞ്ഞ് കൊടുക്കുമല്ലോ. കണ്ണൻ കൊഴിയാള, ചൂര, അയല, കൊഴിയാള, വാള, കണവ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ പ്ലാറ്റ് വയ്ക്കുമ്പോൾ അതിൻ്റെ വിലയും കൂടെ പറഞ്ഞിട്ട് വേണം നിങ്ങൾ വച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ലാസ്റ്റ് വച്ചിട്ട് ഊണ് കഴിക്കാൻ പറ്റുന്ന പെടല്. മനസ്സിലാവണ്ട? ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പരസ്യമൊന്നും ചെയ്യേണ്ട, ആഹാരം തേടിയ ആൾക്കാർ വരും. നിങ്ങൾ തേടിയ ആൾക്കാർ വരും. ഞാനൊക്കെ ആണെങ്കിൽ അറിഞ്ഞ് ടേസ്റ്റ് എവിടെ കിട്ടും അവിടെ ഞാൻ പോയി ആഹാരം കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട്.